Good afternoon, all. Good afternoon. Good afternoon, all. വേറെ ആരാണ് നമ്പേഴ്സ് ഓഫ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരാല്ലേ ഒരു ദിവസത്തിലും തോറും. ഓക്കെ, Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ജോയിൻ ചെയ്യുന്നുള്ളൂ, ടൈം ആകുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. 35 ഒക്കെ ആവുമ്പോഴേക്കും വരുള്ളൂ. വേറെ ആരാ പറയുന്ന? ഞാൻ നിങ്ങളോട് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോ അതെ, ഈ വരുന്ന ഗ്രൂപ്പിൽ കണ്ടിരുന്നു. ഓക്കെ, ഈ വരുന്ന ദിവസങ്ങളിലായിട്ട് ടീച്ചേഴ്സ് ഓരോ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒറ്റയടിക്ക് ഒരുമിച്ച് എല്ലാ മെറ്റീരിയൽസും കാണിക്കില്ല. ഒന്നോ രണ്ടോ മെറ്റീരിയൽസ് ക്ലാസ്സിൽ കുറച്ച് ടൈം കിട്ടുമ്പോൾ നമ്മളത് കാണിച്ച് നമ്മൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എന്നാ പറഞ്ഞിരിക്കുന്നത് 29th നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോട്ട്ബുക്ക് വേണം. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കാം. ദെൻ മെറ്റീരിയലിന്റെ പേര് എഴുതാം. ഏത് ഏരിയന്നാണ് ആ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ മെറ്റീരിയലിന്റെ പേര് നോട്ട് ചെയ്യാം. അതിന്റെ ഫീച്ചേഴ്സ് ടീച്ചർ പറയും. ആ ക്ലാസ് എടുക്കുമ്പോൾ ഫീച്ചേഴ്സ് ഇന്ന പോലെയാണ് ചെയ്യുന്നത്, ഇന്ന ഫീച്ചേഴ്സ് ആണ് അതിനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ദെൻ ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു വരുന്നത് പ്രെയർ ആയതും പറയുന്നില്ലേ, സൈലന്റ് പ്രെയർ ആയാലോ? ഇപ്പൊ നമ്മള് കുട്ടികൾ എനിക്ക് തോന്നുന്നു 9 പേരേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഈ 9 പേരും മാത്സിന്റെ ഭാഗം എടുക്കാന്ന് പറഞ്ഞു. മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഞാൻ എടുക്കുന്നത്. പ്രെയർ പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. ദെൻ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. 1 മിനിറ്റ് ഷെയർ ചെയ്യട്ടെ. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. 1 മിനിറ്റ്. അത് ലീവ് ആവല്ലേ, ഞാൻ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ.
ഓക്കെ കേട്ടോ. സോറി, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. നമ്മള് മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡീൽ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മെറ്റീരിയലിന്റെ പേര് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. എന്താണ് നമ്മുടെ മെറ്റീരിയലിന്റെ പേര്? നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. ഒന്ന് എഴുതി, മാത്തമാറ്റിക്കൽ ഏരിയ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് മെറ്റീരിയൽ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എഴുതി എല്ലാവരും. മിസ് ഒന്നുകൂടെ പറയാവോ? ഓക്കെ, നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. എഴുതി എല്ലാവരും? ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് കാണാനായിട്ട് ഇതേപോലെ ഇരിക്കും. ഈ ഇമേജ് കാണുന്നുണ്ടോ? നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ ഇമേജ് കാണുന്നുണ്ടോ? ഓക്കെ, ഇതേപോലെയാണ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ഇരിക്കുന്നത്. നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് 2 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്, സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. നിങ്ങൾ ആ ടാക്ടിക്സ് റെക്കോർഡ് കഴിഞ്ഞു? 5th റെക്കോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ? 5th റെക്കോർഡ് പേജ് നമ്പർ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. 5th റെക്കോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ട്. കംപ്ലീറ്റ് ആണോ 5th റെക്കോർഡ്? എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിൽ മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമുക്ക് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. നമ്മൾ ഇതിന് ഷോർട്ട് ആയിട്ട് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എന്നാണ് സിമ്പിളി പറയാറ്. നിങ്ങൾ കാണുന്നത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ഇത് വലുതല്ലേ? നമ്പർ റോഡ്സും കാർഡ്സും ഒക്കെ കുറച്ച് വലുതല്ലേ കാണാനായിട്ട്? ഓക്കെ, ഇതാണ് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. സോ നമുക്ക് നോക്കാം. കൗണ്ടിങ് ഇസ് ദ ബേസിക് ഓഫ് മാത്സ്. മാത്തമാറ്റിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഏതാണ്? കൗണ്ടിങ് ആണ് അല്ലെ? 1, 2 യൂണിറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യില്ലേ? നമ്മൾ ബീറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തില്ലേ? ഈ കൗണ്ടിങ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. എവറി ഫീൽഡ് നീഡ് മാത്സ്. ഓക്കെ, പിന്നെ പറഞ്ഞു ഇല്ലാടാ, അപ്പാരറ്റിക്സ് റെക്കോർഡിലുണ്ട്. നിങ്ങളുടെ 5th റെക്കോർഡ് മോണ്ടിസോറി അപ്പാരറ്റിക്സിൽ ആണ് ഈ മെറ്റീരിയൽ, ഈ കാര്യങ്ങൾ പറയുന്നത്. ഓൾറെഡി ഞങ്ങളത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ നിങ്ങൾ റെക്കോർഡ്? എഴുതി തുടങ്ങിയിട്ടുള്ളൂ. മറ്റൊരു 4th റെക്കോർഡ് വരെയൊക്കെ ആയിട്ടുണ്ട്. 5th സ്റ്റാർട്ട് ചെയ്തു. ആ 5th റെക്കോർഡിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഞാൻ പറയുന്ന സെന്റൻസ് ബൈ സെന്റൻസ് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കാട്ടോ. ഞാനിപ്പോ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചു, അതും കൂടി നോക്കണം. എവറി ഫീൽഡ് മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാലോ. ബട്ട് ടു ബി കൗണ്ട് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് യൂണിറ്റ്. നമുക്ക് ആ ഒരു എന്താണ്, എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്, ആ യൂണിറ്റിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഇൻ ദിസ് അപ്പാരറ്റിക്സ് ഡിഫറെന്റ് റോഡ്സ് വിത്ത് ബ്ലൂ ആൻഡ് റെഡ് ആർ അറേഞ്ച്ഡ് ഇൻ സം പാറ്റേൺ. നിങ്ങൾ കാണുന്നില്ലേ? റെഡ് ആൻഡ് ബ്ലൂ റോഡ്സിന്റെ കോമ്പിനേഷൻ ആണ് ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ് എന്നും കൂടി സിംപ്ലി നമ്മളിങ്ങനെ പറയാറുണ്ട്. വിത്ത് 1 സ്മോൾ റെഡ് റോഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ 1. നിങ്ങൾക്ക് അതിൽ 1 എന്നുള്ളൊരു യൂണിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റെഡ് റോഡ് ആണ് 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 and 2 എന്ന് പറയുമ്പോൾ ഒരു റെഡ് പിന്നെ ഒരു ബ്ലൂ. 1 and 3 എന്ന് പറയുമ്പോൾ ഒരു റെഡ് ഒരു ബ്ലൂ ഒരു റെഡ് അങ്ങനെ വരും. അത് യൂണിറ്റ്സിന്റെ വരുന്നത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. ഈ കളർ കുട്ടികൾ ബേസിക് ആയിട്ട് ആദ്യം അവർ പറഞ്ഞു തുടങ്ങുന്ന കളേഴ്സ് ആണ് റെഡും ബ്ലൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന കളേഴ്സ് റെഡ്, ബ്ലൂ, യെല്ലോ, പിന്നെ പിങ്ക്, അങ്ങനെ കുറച്ച് കളേഴ്സ് ആയിരിക്കും അവർ പറയുന്നത്. അപ്പൊ അതിൽ പെട്ടൊരു എന്താണ് കളറാണ് ഇത് റെഡ് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ആണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന തീം. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റെഡ് ആൻഡ് ബ്ലൂ
റോഡ്സ് എന്ന് കൂടി പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് ഇവൺ ആൻഡ് ഓഡ് നമ്പർ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഈ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഈ 1 എന്ന് പറയുന്നത് എന്താണ്, എന്ത് നമ്പറാണ്? ഓഡ് നമ്പർ ആണോ ഇവൺ നമ്പർ ആണോ? ഓഡ് നമ്പർ. ഓക്കെ, ഓഡ് നമ്പർ. 1, 2 എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ് അവസാനിക്കുന്നത്. ബ്ലൂ അവസാനിക്കുന്നതുകൊണ്ട് അത് എന്ത് നമ്പർ ആണ്? ഇവൺ നമ്പർ ആണ്. പിന്നെ 1, 2, 3 ഓഡ് നമ്പർ, റെഡിലാണ് അവസാനിക്കുന്നത്. പിന്നെ 4 വരുമ്പോൾ ഇവൺ നമ്പർ, ബ്ലൂവിൽ അവസാനിക്കുന്നത്. അപ്പൊ ബ്ലൂ വരുന്നതെല്ലാം എന്താണ്? ഇവൺ നമ്പറും റെഡ് വരുന്നതെല്ലാം ഓഡ് നമ്പർ ആണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ ആ ഓഡ് നമ്പർ ഇവൺ നമ്പർ കൺസെപ്റ്റ് പഠിക്കും. അവർക്ക് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയും കാര്യങ്ങളും കിട്ടും. ദെൻ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ അവർ ചെറുപ്പത്തിലേ പഠിക്കും. അവര് കൗണ്ടിങ്, ലേണിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കളർ സെൻസ്, റെഡ് കളർ ആൻഡ് ബ്ലൂ കളറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. പിന്നെ സ്റ്റഡിങ് ദ കൺസെപ്റ്റ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഇപ്പൊ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? വെർട്ടിക്കൽ. വെർട്ടിക്കൽ. മോനെ ഈ സൈഡിൽ നോക്കി, ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി. ഹൊറിസോണ്ടൽ അല്ലെ, ഹൊറിസോണ്ടൽ ആണ്. വേറെ രീതിയിൽ ഞാൻ പറ്റാണ് ഇമേജ് കാണിച്ചത് കേട്ടോ. ഒക്കെ ഹൊറിസോണ്ടൽ ആണ്. നീളത്തില് കൺസെപ്റ്റ് കണ്ടോ നോക്കി. ആദ്യം കാണുന്നത് ഏതാണ്? ഹൊറിസോണ്ടൽ ആണ്. രണ്ടാമത് കാണുന്നതോ വെർട്ടിക്കൽ ആണ്. അപ്പൊ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാവും അല്ലെ. ഇത് സ്മോൾ നമ്പർ റോഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് ലാർജ് നമ്പർ റോഡ്സ് അല്ല, നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ളത് സ്മോൾ നമ്പർ റോഡ്സ് ആണ്. കാരണം നമുക്ക് ഈ സിസ്റ്റത്തിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ഏതാണ്? സ്മോൾ നമ്പർ റോഡ്സ് കാണിക്കാനാണ് കുറച്ചും കൂടി എന്ത് കംഫർട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് നമുക്കുള്ളത്. ഓക്കെ, നമുക്കതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്പർ റോഡ്സ്, ഇതാണ് കാർഡ്സ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാനിത് അറേഞ്ച് ചെയ്യട്ടെ. അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. 1 മിനിറ്റ്. ഞാൻ പറഞ്ഞു യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഈ നമ്പർ റോഡ്സിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. നോക്കി നോക്കി, ഇത് 1 എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. 1 കണ്ടോ, 1 ഒരു റെഡ് റോഡാണ്. 1 എന്ന് പറയുന്ന യൂണിറ്റ് ആണ് 1. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ഇത് ഒരു ഓഡ് നമ്പർ ആണ്. 1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ദെൻ 2 എന്ന് പറയുമ്പോൾ 1, 2 ഈ ബേസ് എപ്പോഴും റെഡ് നോക്കാം കേട്ടോ. ബേസ് എപ്പോഴും നമ്മൾ റെഡ് തന്നെ വെക്കാനായിട്ട് നോക്കാം. 1, 2 ഓക്കെ ആണോ? മനസ്സിലായോ? 1, 2 1, 2 മനസ്സിലായോ? തമ്പൊക്കെ കേട്ടോ. നോക്കി, അടുത്തൊരു യൂണിറ്റ് വരുമ്പോ 1, 2, 3 1, 2, 3 ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ 1, 2, 3, 4 4ന് പ്രത്യേകത വന്നല്ലേ, ബ്ലൂ വന്നല്ലേ അവസാനം. എന്തുകൊണ്ടാണ് അതങ്ങനെ ബ്ലൂ ആയത്?
എന്തുകൊണ്ടാ ബ്ലൂ ആയത്? ഈവൻ നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, ഈവൻ നമ്പർ. നോക്കിയേ, അടുത്ത യൂണിറ്റ് അടുത്ത റോഡ് അറേഞ്ച് ചെയ്തു. 1 2 3 4 5. 1 2 3 4 5. 5 ആണ്. നെക്സ്റ്റ് റോഡ് 1 2 3 4 5 6. 1 2 3 4 5 6. 6 ആയി. 6 ആയിട്ടുണ്ട്. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. 7 എന്ന് പറയുന്ന യൂണിറ്റ് മനസ്സിലായി. നെക്സ്റ്റ് 1 2 3 4 5 6 7 8. ഓക്കെ, 1 2 3 4 5 6 7 8. ആ ഒരു 8 യൂണിറ്റ് വരാൻ കഴിഞ്ഞു. ദെൻ 9 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. 9 എന്ന് പറയുന്ന റോഡ് എടുത്തു. 1 2 3 4 5 6 7 8 9. ലാസ്റ്റ് നമ്മൾ 10 ആണ്. നോക്കാം. 1 2 3 4 5 6 7 8 9 10. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്യാമറയിലെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ പറയണേ. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇത്രയും വരെ മനസ്സിലായി. 10 വരെ. ഇനി ഞാനിതിൽ കാർഡ്സും കൂടി കാണിച്ചു തന്നല്ലേ. നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. നമ്പർ റോഡ്സ് ആണ് നിങ്ങൾക്ക് ഈ കളറിൽ വന്നിരിക്കുന്നത്. ഇനി കാർഡ്സും കൂടി വെക്കുകയാണേ. കാർഡ്സ് ഇത് 1 ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ വെക്കാണ്. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ പറയണേ. 1 അറേഞ്ച് ചെയ്തു. ദെൻ 2 1 2 3 അങ്ങനെ 4. നമ്മൾ 3 ഇവിടെ വെച്ചു. ഞാൻ പറ്റിയ കേട്ടോ. 1 മിനിറ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കാർഡ്സ് അറേഞ്ച് ചെയ്ത് മനസ്സിലായോ? മനസ്സിലായി. ഇത് നമ്മൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ഈ ഒരു മെറ്റീരിയൽ മറക്കില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വൈവേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ കാണിച്ചിട്ട് ചോദിക്കും, ഈ മെറ്റീരിയലിന്റെ പേരെന്താണ്? അപ്പൊ എങ്ങാനും പറഞ്ഞില്ലെങ്കിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ മെറ്റീരിയൽ? ഓക്കെ, നമുക്കൊരു അഡീഷൻ ചെയ്താലോ? ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു അഡീഷൻ ചെയ്താലോ? ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു എഴുതിയിട്ടുണ്ട്. ഒരു അഡീഷൻ ആണ്. 9 + 3 കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 9 + 3 എന്നൊക്കെ. ഓക്കെ, ഞാൻ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ് നമ്മള്. 9 + 3 എന്നാ പറഞ്ഞിരിക്കുന്നത്. 9 എന്ന് പറയുന്ന നമ്പർ റോഡ് ആദ്യം പ്ലേസ് ചെയ്യാം. ഓക്കെ, 9 എന്ന് പറയുന്ന നമ്പർ റോഡ് പ്ലേസ് ചെയ്യാം. ഇതിന്റെ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു ചിഹ്നം കൊടുക്കാം. എന്തെടുക്കാം? പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുക്കാം. 9 + 3 ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാണ്. 9 + 3. 3 എന്ന് പറയുന്ന റോഡ് വയ്ക്കാം. ഓക്കെ അല്ലേ? 9 + 3 കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കുട്ടികളെ കൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യിക്കും. കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യിക്കും കേട്ടോ. അഡീഷണൽ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യിക്കും. ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. 12 ആണ്. അപ്പൊ 9 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണെന്നുള്ള കാര്യം കുട്ടികൾക്ക് മനസ്സിലാവും. ഒന്നും കൂടി കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, മനസ്സിലായോ? ഓക്കെ,
ഇനി ഒരു അഡീഷൻ നിങ്ങൾ പറഞ്ഞേ. 5 plus 4. 5 plus 4. 5 എന്ന് പറയുന്ന റോഡ് പ്ലേസ് ചെയ്തു. then 4 എന്ന് പറയുന്ന റോഡ് പ്ലേസ് ചെയ്തു. then രണ്ടും കൂടി ആഡ് ചെയ്യാന്നുള്ള പറയുന്നത്. അപ്പൊ ആഡ് ചെയ്തു കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരുമിച്ച് വെച്ചു. എന്നിട്ട് കൗണ്ട് ചെയ്യിക്കും, കണ്ടിന്യൂസ്ലി കൗണ്ട് ചെയ്യിപ്പിക്കും. 1 2 3 4 5 6 7 8 9. അപ്പോ 5 plus 4 എത്രയാണ്? 9 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് മനസ്സിലായോ? മറക്കൂലല്ലോ നമ്പർ, റോഡ്സ് ആൻഡ് കാർഡ്സ്. ഓക്കെ, ഓക്കെ. then ഓക്കെ കേട്ടോ. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് പോർഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്റർ ആയിരുന്നു? മോണ്ടിസോറി. മോണ്ടിസോറി അല്ലെ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഇൻഫോം ചെയ്യാണ്. നമ്മള് മെറ്റീരിയൽസും പ്ലസ് ക്ലാസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എന്നായിരുന്നു? 29-ാം തീയതി. ആദ്യം പറഞ്ഞത് എന്നായിരുന്നു? ഫസ്റ്റ് 15-ാം തീയതി. 15-ാം തീയതി ആണെന്നുള്ള രീതിയിലായിരുന്നു നമ്മള് ഇന്ന് എന്ത് തുടങ്ങാന്ന് പറഞ്ഞത്? പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങാന്ന് പറഞ്ഞത് അല്ലെ? അപ്പോ അതുകൊണ്ട് ഞാൻ കുറച്ച് പോർഷൻസും കുറച്ച് പ്രാക്ടിക്കൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. കാരണം ഞാൻ എടുക്കുന്ന ഇപ്പോഴത്തെ മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഓരോ മെറ്റീരിയൽസ് നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ അതുകൊണ്ട് നമ്മളത് ഒരുമിച്ചാണ് കണ്ടിന്യൂ ചെയ്ത് പോണേ. ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു മെറ്റീരിയൽസും ഈ ചാപ്റ്ററും കൂടി ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു ചാപ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ രണ്ടും കൂടി പറഞ്ഞു പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാവും. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഫ്രെയിം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? നെക്സ്റ്റ് വീക്ക് അല്ലേ? നെക്സ്റ്റ് വീക്ക് പറഞ്ഞത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വീക്ക് അത് പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ചെയ്തു തുടങ്ങിയോ? ആകെ ഒരു പുകയായിട്ടിരിക്കുക ചെയ്തിട്ട് എങ്ങനെയാന്ന് അറിയാണ്ടേ കൊറേ ചെയ്ത് നോക്കി. ഒരെണ്ണം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അത് നമുക്ക് ആ ഒരു മൈൻഡിലേക്ക് വരണ്ടേ എങ്ങനെയാന്ന് അതിന്റെ കൊറേ നോക്കി, വീഡിയോസ് ഒക്കെ നോക്കി കുറേശ്ശെ. പഴയ നമ്മുടെ സ്ലേറ്റ് ഇല്ലേടാ, പഴയ സ്ലേറ്റ് ഓർമ്മയുണ്ട് പണ്ട് നമ്മളൊക്കെ എഴുതിയിരുന്ന സ്ലേറ്റ്? ഇപ്പൊ അങ്ങനത്തെ കിട്ടാനില്ല, കുട്ടികളുടെ കൈ പോയി എന്ന് പറഞ്ഞിട്ടേ. ആണോ? പക്ഷെ അങ്ങനത്തെ സ്ലേറ്റ് ഇന്ന് കിട്ടുന്നുണ്ട്. ഒരു കുട്ടി വൈവേക്ക് ഞാൻ കയറിയപ്പോ കാണിച്ചു തന്നെ പഴയ സ്ലേറ്റ് ആണ്. മരത്തിന്റെ ഫ്രെയിം ആയിട്ടല്ലേ? ആ മരത്തിന്റെ ഫ്രെയിം ആയിട്ട് തന്നെ ചെയ്തിരിക്കും. ഞാൻ കൊറേ കടയിൽ അന്വേഷിച്ചു. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ വരുന്നില്ല. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആയിട്ടുള്ളതാണ് സ്ലേറ്റ് വരുന്നത്. അത് നിലത്ത് വീണ പൊട്ടൂലോ. പണ്ടത്തെയൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പണ്ട് അങ്ങനത്തെ സ്ലേറ്റ് അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കൊറേ കടകളിൽ അന്വേഷിച്ചു ഫോട്ടോ ഫ്രെയിമിന്റെ. പിന്നെ ഫോട്ടോ ഫ്രെയിം അല്ലേ? ഫോട്ടോ ഫ്രെയിമും കുഴപ്പമുണ്ടാവില്ല. എന്നുവെച്ചാൽ ഓൺലൈൻ വാങ്ങിച്ചാൽ മതി. വാങ്ങിക്കുകയാണെങ്കിൽ ഫോട്ടോ ഫ്രെയിം ഓൺലൈൻ വാങ്ങിച്ചാൽ മതി. ഭയങ്കര റേറ്റ് കുറവ് കിട്ടും നമുക്ക്. നമ്മള് ഫ്രെയിം ഉണ്ടാക്കണ ഒരു റീപ്പർ ഇല്ലേ നമ്മള് ജനലക്കൊക്കെ, അത് വെച്ചിട്ടുണ്ടാക്കും. അല്ല വടി പോലെ റീപ്പർ, കനം കുറഞ്ഞിട്ട് വടി ഇങ്ങനെ ചാർട്ടൊക്കെ തൂക്കിയിടാൻ ഉണ്ടാക്കില്ലേ? ചാർട്ടൊക്കെ തൂക്കിയിടാൻ നമ്മള് ഗ്ലൂ വെച്ചിട്ട് പേസ്റ്റ് ചെയ്താലും
അതായാലും മതി ഓക്കെ. കേട്ടോ. അത് അങ്ങനെ ചെയ്ത് അത് നോക്ക്. നോക്കി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാം. ഈ മരപ്പണിയൊക്കെ നടക്കുന്ന മില്ലൊക്കെ ഉണ്ടാവില്ലേ, മില്ലിൽ ചെന്നിട്ട് വേസ്റ്റ് മെറ്റീരിയൽ ചോദിക്കും. വേസ്റ്റ് വുഡ് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധികം ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അധികം കനമൊന്നും വേണ്ട. അപ്പൊ അവരിൽ ചിലപ്പോ അത് വേസ്റ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടിട്ടുണ്ടാവും. ഈ വുഡ് നമ്മളിങ്ങനെ വിറക് കച്ചവടക്കാർക്ക് കച്ചവടക്കാരടുത്ത് പോയി ചോദിച്ചു. വടികൾ ഉണ്ടാവും. അപ്പൊ അവരുടെ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ പീസ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പീസ് അവിടെ പോയി ചോദിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കേടാ, നോക്കാട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി ആ ഒരു ചാപ്റ്റർ? ഒബ്സർവേഷൻ പറഞ്ഞു തോന്നുന്നു. എവിടെ വരെ പറഞ്ഞു നിർത്തി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? തുടങ്ങിയോ ചാപ്റ്റർ? യൂണിറ്റ് 1 പാർട്ട് 4. ഈ നമ്പർ ഓൾട്ടേഷൻ കാഴ്ച കാണിച്ചില്ലേ മാം? അതിൽ അഡിഷൻ മാത്രമേ കാണിച്ചോളൂ, ലെസ് പറ്റത്തില്ല. അത് ലെസ് ഇത്തിരി ടഫാണ്, അതുകൊണ്ട് കാണിക്കാന്. അഡീഷൻ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്. ശരി. നമുക്ക് അതിന് വേണ്ടിയിട്ട് ബോർഡ് ഉണ്ട് കേട്ടോ. നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഉണ്ട്. ഈ മെറ്റീരിയൽ വെച്ച് നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, നമ്മൾ എവിടം വരെ എടുത്തു രശ്മി? ഒബ്സർവേഷൻ വരെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കഴിയണം ഒരു 5 പോയിന്റ്. 5 പോയിന്റ് വരെ എടുത്തു. ഓക്കെ, നോക്കാം കേട്ടാ. അതിൽ ഞാൻ പറഞ്ഞോ നിങ്ങളോട് പിങ്ക് ടവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ക്ലാസ്സില് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചെയ്തിരുന്നു. പോകുന്ന മെറ്റീരിയൽ പിങ്ക് ടവർ ആണ്. ഞാൻ മെറ്റീരിയൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോർഷന്റെ കാര്യം ചോദിച്ചത്. എന്നിട്ട് അത് കാണിച്ചു തന്നോ ഞാൻ പിങ്ക് ടവർ? ഇല്ല, കാട്ടി തന്നില്ല. നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റേഷൻ ആയിരുന്നു പിങ്ക് ടവറിന്റെ. പിങ്ക് ടവർ ഇല്ല ഇല്ല, ഞാൻ ഇമേജ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും. നമ്മളുടെ മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. സെൻസറി മെറ്റീരിയൽ ആണ്. 10 വുഡൻ ക്യൂബ്സ് ആണ് ഈ പിങ്ക് ടവറിൽ വരുന്നത്. നമ്മൾ 10 വുഡൻ ക്യൂബ്സ് ആണ്. ദെൻ നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാം. ആ ഒരു കൺസെപ്റ്റ് എന്താണ്, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ, ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്. പിന്നെ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് പഠിപ്പിക്കാൻ പറ്റും. നമുക്ക് ഇതേപോലത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്ന് ടോയ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്നാലും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നിങ്ങൾ പിങ്ക് ടവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു മെറ്റീരിയൽ ആണ്. 10 ക്യൂബ്സ് കാണുന്നുണ്ടോ നിങ്ങള്? എത്ര വ്യക്തമായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാനത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. കാണുന്നുണ്ടോ? ടവർ ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു മെറ്റീരിയൽ ആണ്. കുട്ടികൾക്ക് ഞാനിപ്പോ ഇങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്, പക്ഷെ കുട്ടികളാണെങ്കിൽ പല രീതിയിൽ ചെയ്യും. ഞാൻ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആ ചെയ്തിരിക്കുന്നത് കേട്ടോ. കുട്ടികളാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് അവരുടേതായ രീതിയിൽ ആ മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്യും. ജസ്റ്റ് ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞുതരാം കേട്ടോ, ഇങ്ങനെയും ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ.
എനിക്കൊരു കുട്ടി പറഞ്ഞ രീതിയാ പിങ്ക് ടവർ ബിൽഡ് ചെയ്യാനായിട്ട് വേറൊരു രീതി ഒരു കുട്ടിയാ പറഞ്ഞത്. എനിക്ക് ഒരു കുട്ടി ചെയ്യുന്നത് കണ്ടപ്പോ എനിക്കത് ഇഷ്ടമായപ്പോ ഞാനത് കോപ്പി ചെയ്ത്. കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യും. നമ്മളാണ് എന്താണ് അതെങ്ങനെയാണോ കൺസെപ്റ്റ് അത് തന്നെ പഠിക്കുന്നത്. കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യും. കാണുന്നുണ്ടോ? വേറെയും രീതിയിലൊക്കെ ചെയ്യാട്ടെ പിങ്ക് ടവർ നമ്മളുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിങ്ക് ടവറിനെ കുറിച്ചിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ രണ്ടാമത്തെ മെറ്റീരിയൽ ആയിട്ട് നോട്ടിൽ എഴുതിക്കോ. പിങ്ക് ടവർ ആണ്. ഇഷ്ടമായോ മെറ്റീരിയൽ പിങ്ക് ടവർ? ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് പിങ്ക് ഇൻ കളർ. പിങ്ക് ടവർ ശരിക്കും അട്രാക്റ്റീവ് ആണ്. പിങ്ക് കളറാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 വുഡൻ ക്യൂബ്സ്. 10 വുഡൻ ക്യൂബ്സ് ആണ് ഈ ഒരു പിങ്ക് ടവർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉള്ളത്. ദ മെഷർമെന്റ് ഓഫ് ദ ക്യൂബ്സ് വേരീസ് ഫ്രം 10 സെന്റിമീറ്റർ ഇൻ ദ ലാർജസ്റ്റ് ആൻഡ് ടു 1 സെന്റിമീറ്റർ. ഏറ്റവും വലുത് 10 സെന്റിമീറ്റർ, ഏറ്റവും ലാസ്റ്റ് എത്തത് 1 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇൻ ദ സ്മോളസ്റ്റ് children will get the idea of comparing the size. സൈസ് കമ്പയർ ചെയ്യുന്ന ആ ഒരു ഐഡിയനെ കുറിച്ച് അവർക്ക് ഒരു വ്യക്തമായ ധാരണ കിട്ടും. They will അവർക്ക് വെയിറ്റിനെ കുറിച്ച് മനസ്സിലാവും. They know the concept of weight. നോക്കി സ്മോൾ ഒരു ബിഗ് കൺസെപ്റ്റ് ബിഗ് ആ വെയിറ്റ് തന്നെ അവർക്ക് മനസ്സിലാവും. എന്താണ് സ്മോൾ എന്ന് പറയണേ, എന്തുകൊണ്ടാണ് ബിഗ് എന്ന് പറയണേ. സ്മോൾ ആൻഡ് ബിഗ് ആ ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാകും. They will realize the weight also. Thus their motor skills develop. അതുവഴി കുട്ടികളുടെ motor skills develop ആവും. Realize the laws and more concept. അവർക്ക് കൂടുതൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. They will learn to take care and handle it. നമുക്ക് മെറ്റീരിയൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഹാൻഡിൽ ചെയ്തപ്പോൾ വേണ്ടോ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തു ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ചെറിയതൊക്കെ വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പൊ ഇങ്ങനെ വെച്ചെങ്കിൽ പോലും ആദ്യത്തേക്ക് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും. പക്ഷെ ലാസ്റ്റത്തെ വെക്കുമ്പോൾ എന്തായാലും 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അത്രയും ഇതായിട്ട് സ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും സ്ലോ ആയിട്ടും കോൺസെൻട്രേഷനോട് കൂടി മാത്രമേ ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്തിരി കോൺസെൻട്രേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. They will learn ascending and descending order. അവർക്ക് ascending order and descending order മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും. കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ്. കോൺസെൻട്രേഷൻ ലെവൽ കൂടും. The idea of the tower will get soon. ആ ടവർ എന്നുള്ള ഐഡിയ വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഒരു ടവർ എന്നുള്ള ഒരു ഐഡിയ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കും. The skill of planning and balancing will learn. ആ ഒരു നമ്മൾ മെറ്റീരിയൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടും പോപ്പിലത്ത് വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അത് സെറ്റ് ചെയ്ത് മുകളിലേക്ക് വെക്കണം. നിങ്ങളും പിങ്ക് ടവർ കാണിച്ചില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് ഓർഡറിൽ വെക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കൂലേ, കുറച്ച് കോൺസെൻട്രേഷൻ വേണ്ടേ? എന്നാ മാത്രല്ല കൈയൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വീഴില്ലേ. അപ്പൊ നല്ല കോൺസെൻട്രേഷനോട് കൂടിയാണ് ഈ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്. Then concentration level increase. The idea of the tower will get soon. Okay, take care of the things with have weight. Weight ഉള്ള things, weight കുറവുള്ള തിങ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും. Their architectural skill also get improve. അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അവർ ആ കൺസ്ട്രക്ഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവും. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞ പിങ്ക് ടവറിനെ കുറിച്ചിട്ട്? ഇഷ്ടമാണോ പിങ്ക് ടവർ? നിങ്ങൾക്ക് ചെയ്ത് ചെയ്തില്ലേ പിങ്ക് ടവർ? എല്ലാവരും ചെയ്തു എന്നല്ലേ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ആർക്കെങ്കിലും കൊടുത്തോ ചെയ്ത് നോക്കാനായിട്ട്? നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് ആർക്കെങ്കിലും കൊടുത്തു നോക്കിയോ? മാം ഞാനിന്ന് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒന്ന് കാണിച്ചേ. ആ ഓക്കെ മഞ്ജു, ഞാൻ തിരിഞ്ഞ് ചെയ്യാട്ടോ. ക്യാമറ ബാക്ക് ആവാൻ എന്താണ് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഏതേത്? എടാ മുകളിലെ ടോപ്പിലായിട്ടേ മൈക്ക് കണ്ടോ? മൈക്ക് പോലെ അതിന് തൊട്ട് മാർക്ക് കണ്ടോ? അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചെയ്തോ? ബ്ലൂ ആണ് കാണുന്നേ. അത് ക്യാമറ ഓഫ് ആയിരുന്നു. ഓക്കെ കാണാം. അതാവോ?
ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെ അതെ, ഞാൻ ഇങ്ങനെ മേശമേല് വെച്ചേക്കാണ്. അല്ല നേരെ പിടിക്കാൻ പറ്റില്ലേടാ? നേരെ നോക്കിയില്ലേ നേരെ വെക്കാൻ? നേരെ വെക്കാൻ പറ്റും പറ്റും. വെക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചതാണ്. വെക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ലാടാ, വെച്ചോ നേരെ, കുഴപ്പമില്ല. അല്ല, 3 വെച്ചോളൂ. ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് അല്ലെ? പിങ്ക് ടവറും നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് അല്ലെ? നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. ഇനി ഞാൻ വേറൊരു കൗണ്ടിങ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഓക്കെ, ഇനി കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നാണ് ട്ടോ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിന്റെ പേര്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ഓക്കെ, നോക്കാം. ഈ കാർഡ്സ് ആൻഡ് മാം, കൗണ്ടേഴ്സ് പറഞ്ഞോ, ആരാണ്? രശ്മിയ. പിന്നെ ഞാൻ അപ്പൊ എന്റെ മോൻ എന്നോട് ചോദിച്ചതാണ് എന്തുകൊണ്ട് പിങ്ക് കളർ സെലക്ട് ചെയ്തത്. എന്താണ്? പിങ്ക് Clear ആയില്ല. പിങ്ക് കളർ എന്ത് സെലക്ട് ചെയ്തെന്ന് മോൻ ചോദിച്ചോ? അതെ. അല്ലേ? അവരോട് പറയാറില്ലേ പിങ്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ എന്ന് ചോദിക്കാറുന്നില്ലേ? റെഡും ബ്ലൂവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, സ്കൈ ബ്ലൂ ഒക്കെ നല്ല വിലയിരുന്ന പിങ്ക് എന്താ സെലക്ട് ചെയ്തത്? അത് അവർ ആൺകുട്ടി ആയതുകൊണ്ടാണ് പിങ്കിനോട് ഇഷ്ടക്കുറവ്. അത് ബ്ലൂ ആണ് ഇഷ്ടം. എനിക്കും തോന്നിയായിരുന്നു ടീച്ചർ, എന്തുകൊണ്ടാ പിങ്ക് തന്നെ എടുത്തതെന്ന് എനിക്കും തോന്നിയായിരുന്നു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മരിയ മോണ്ടിസോറി ഒരു മെറ്റീരിയൽ ബിൽഡ് ചെയ്ത സമയത്ത് മരിയ മോണ്ടിസോറി സ്വയമേ ചെയ്ത മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. അന്ന് ആ ബിൽഡ് ചെയ്തപ്പോ പിങ്ക് ആയിരുന്നു അതിന്റെ ഒരു തീമായിട്ട് സെലക്ട് ചെയ്തത്. പിന്നീട് നമ്മൾ ആ ഒരു ടവറിന് ആ ഒരു പേര് കൊടുക്കുകയാണ് ചെയ്തത്, പിങ്ക് ടവർ. എന്റെ 2 അണുക്കളാണ്, അവര് പറഞ്ഞു ഗേൾസിന്റെ കളറാണ് പിങ്ക് എന്ന്. എനിക്കിഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിങ്ക്. അത് പെൺപിള്ളേരുടെ കളറാണ്, സത്യമാണ്. പിങ്ക് കളർ ഭയങ്കര അട്രാക്റ്റീവ് ആണ്, നമ്മൾ കുറച്ചുകൂടി പിടിച്ചു നിർത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളർ. എന്റെ എല്ലാ സാരീസും ഒക്കെ ആണെങ്കിൽ എല്ലാം പിങ്ക് ഷെയ്ഡാ. നിങ്ങള് കോൺവെക്കേഷന്റെ ഒക്കെ ഫോട്ടോസ് കാണാറുണ്ടോ? അപ്പൊ മിക്ക ദിവസവും ഞാൻ വെയർ ചെയ്യുന്ന സാരീസ് പിങ്ക് ആയിരിക്കുള്ളൂ. കാരണം കൂടുതലും എന്റെ കയ്യിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്ക് ആണ്. എന്തെങ്കിലും പോയി എടുത്തു കഴിഞ്ഞാൽ പിങ്കിലേ പോവുള്ളൂ. അത് പെൺപിള്ളേരായതുകൊണ്ടാണ് തോന്നുന്നു, ആ കളറിനോട് പ്രത്യേക ഇഷ്ടമാണ്. അവരോട് പറഞ്ഞേക്ക് നിനക്ക് വേണ്ടിട്ട് ഒരു ബ്ലൂ സ്റ്റെയർ ഞാൻ ചെയ്തു തരുമെന്ന്. ചെയ്തു കൊടുത്താണ്ട് അവന് വേണ്ടിട്ട്. നോക്കാം, നോക്കിക്കോ. ഈ ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിലെ കാർഡ്സ്. പോയില്ലേ? 1 മിനിറ്റ് കേട്ടോ, ഇതിന്റെ ചെറിയൊരു ബാലൻസിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, ഇതാണ് കാർഡ്സ്, ഇതാണ് കൗണ്ടേഴ്സ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാലോ? ഈ കൗണ്ടേഴ്സിന് പ്രത്യേകതയുണ്ട്. ഈ കൗണ്ടറിന് നമുക്ക് ഇതില്ലേ നോബ് ഉണ്ടോ? ഇവിടെ ഒരു നോബ് കാണുന്നുണ്ട് നിങ്ങള്. ഇങ്ങനെ നമ്മള് കുട്ടികള് ഈ നോബ് കൂടുതലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോ ഹാൻഡിൽ ചെയ്യുമ്പോൾ, നോബിളുടെ തിങ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ ഈ ഫിംഗർ ഉണ്ടല്ലോ, ഈ ഫിംഗറിലെ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. ഈ 2 ഫിംഗേഴ്സിന്റെയും ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് എന്തോ ഒരു കാര്യം ചെയ്യുമല്ലോ എല്ലാവരും. എന്താ ചെയ്യാ? ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് എന്താ ചെയ്യാറ്? കുട്ടികള് എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവര് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഈ ഒരു സ്കിൽസ് ഈ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. നമ്മുടെ ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് സംഭവിക്കുന്നു. നമുക്ക് ഈ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്യാം അല്ലെ? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓർഡറിൽ നമ്പേഴ്സ് വെക്കുകയാണ്. നോക്കാം. 1 2 3 4 5 6
7, 8, 9, 10. കണ്ടോ നിങ്ങള് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കാർഡ്സ് അറേഞ്ച് ചെയ്തു അല്ലെ? കുറച്ച് ബാക്കോട്ട് എടുക്കാണ്. ക്ലിയർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണോട്ടെ, കാരണം അറേഞ്ച് ചെയ്ത് വരുമ്പോ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. നേരെ തന്നെ ഇരിക്കുന്നത് കറക്റ്റ് അല്ലേ? കാണാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ഞാൻ അറേഞ്ച് ചെയ്യാൻ പോണ്. ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തല തിരിഞ്ഞാ കാണുന്നത്, അതുകൊണ്ടാ. ഉണ്ട്, കാണാണ്ട് മിസ്സേ. ഓക്കെ ഓക്കെ, എന്റെ പ്രശ്നമാണ്, എന്റെ സൈഡിൽ നിന്നുള്ള വ്യൂവിന്റെ പ്രശ്നമാണ്. ഇത് 1, 1, 2, 1, 2, 3, 1, 2, 3, 4. 1, sorry, 2, 3, 4, 5. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. 9. നമ്മൾ കൗണ്ട് ചെയ്തില്ലെങ്കിലേ തെറ്റിപ്പോവും, അതുകൊണ്ടാണ് കൗണ്ട് ചെയ്യണേ. അപ്പൊ സൈലന്റ് ആയിട്ട് പോണതാണ്. 2, ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? സോ ഇങ്ങനെയാണ് 1 മുതൽ 10 വരെയുള്ള കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഓക്കെ ഓക്കെ ആണല്ലോ മെറ്റീരിയൽ? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കൗണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കാട്ടെ, ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അഡീഷൻ ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കിയാലോ അഡീഷൻ? ഞാൻ 4+2 ആണ് ചെയ്യുന്നത്. 1, 2, 3, 4. അഡീഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് കൊടുക്കണം. ഞാൻ എഴുതിയതിലില്ല പ്ലസ്, അതുകൊണ്ടാണ് മിസ്സായിപ്പോയി. 1, 2. നമുക്കിനി ഒരു പ്ലസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ കൂടുതൽ ഇങ്ങനെ കൗണ്ട് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. അപ്പൊ 4+2 എത്രയാണ്? 6 ആണ്. മനസ്സിലായോ? നമുക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് മാറ്റാലോ?
നിങ്ങൾ ജോമെട്രിക്കൽ സോളിഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ജോമെട്രിക്കൽ സോളിഡ്സ് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടോ? ജോമെട്രിക്കൽ സോളിഡ്സ് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യൂബ് സിലിണ്ടർ അതൊക്കെ ക്യൂബ് സിലിണ്ടർ. ഓക്കെ ഓക്കെ, അപ്പൊ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോ ഓരോ മെറ്റീരിയലും കാണിച്ചു തരാം. അപ്പൊ അത് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യോ? നമുക്ക് ഗസ് ചെയ്യാലോ? 1 മിനിറ്റ്, ഞാൻ അറേഞ്ച് എടുക്കട്ടെ. 1 മിനിറ്റ്. കേട്ടോ, 1 മിനിറ്റ്. ഞാൻ ഓരോ രണ്ട് മെറ്റീരിയൽ, ഈ രണ്ട് മെറ്റീരിയൽ ഇതും കാണിച്ചു തരാം. ക്യാമറ ഓൺ ആയോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ കാണുന്ന പച്ച കളറിൽ കാണുന്ന മെറ്റീരിയൽ ഏതാണ്? എന്താണ്? സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ. ഓക്കെ, പച്ച സിലിണ്ടർ ആണ് അല്ലെ? കറക്റ്റ് ആണ്, പച്ച സിലിണ്ടർ ആണ്. അപ്പോ ഇതോ? നമ്മള് കോൺ പോലത്തെ ഷേപ്പോ? ഇതോ? സോറി 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 സോറി, ഞാൻ പറഞ്ഞു. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. നമുക്ക് കാണാൻ പറ്റില്ലേ കോൺ പോലത്തെ ഷേപ്പ് ഏതാണ്? ഇത് കോണാണ്. സിലിണ്ടറും കോണും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലെ? നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട് സിലിണ്ടറും കോണും. ക്ലിയർ അല്ലേ? വ്യക്തമായിട്ട് മനസ്സിലായി കാണുമല്ലോ? ഈ രണ്ട് മെറ്റീരിയലും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി ഇതോ? ഈ ഒരു ഷേപ്പിന് നമ്മൾ എന്ത് പേരാ പറയാറ്? ലിജി പറഞ്ഞ കറക്റ്റ് ആണ്, ഉറക്കെ പറഞ്ഞോ. ക്യൂബ്. ക്യൂബ്. ക്യൂബ് കറക്റ്റ് ആണ്. ക്യൂബ് കറക്റ്റ് ആണ്. ഇത് മാറ്റാലോ? ഓക്കെ, ദെൻ ഈ രണ്ട് മെറ്റീരിയൽ റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ. ട്രയാങ്കിൾ. റെക്ടാങ്കുലർ പ്രിസമാണ്. ഈ കാണുന്ന പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന റെക്ടാങ്കുലർ പ്രിസമാണ്. ഇത് ട്രയാങ്കുലർ പ്രിസമാണ്. യെല്ലോ കളറിൽ കാണുന്ന 2 സൈഡ്സ് ട്രയാങ്കിൾസ് ആയിട്ട് 3 സൈഡ്സ് റെക്ടാങ്കിൾ ആയിട്ട് വരുന്നത് ഇതെന്താണ്? ട്രയാങ്കുലർ പ്രിസമാണ്. ഓക്കെ ആണോ? ഇത് റെക്ടാങ്കുലർ പ്രിസം, ഇത് ട്രയാങ്കുലർ പ്രിസം. ഓക്കെ ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? മാറ്റാലോ? റെക്ടാങ്കിൾ ആണോ ചെക്ക് ചെയ്യണം. വേറെ രണ്ട്. ഇത് ഈ മെറ്റീരിയലിനെ കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നേ? ഇതും ഫിലമിഡ്. ഓക്കെ, ഇത് കണ്ടിട്ട് ഫിലമിഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫിലമിഡിന് വ്യത്യാസമുണ്ട്. നോക്കി ബേസ് നോക്കി, രണ്ടിന്റെയും ബേസ് നോക്കി. ഇത് ട്രയാങ്കുലർ ബേസ്ഡ് ഫിലമിഡ് ആണ് അല്ലെ? ട്രയാങ്കുലർ ബേസ്ഡ് ഫിലമിഡ് ആണ്. ഇതോ? റെക്ടാങ്കുലർ സോറി സ്ക്വയർ ബേസ്ഡ് ഫിലമിഡ് ആണ്. സ്ക്വയർ ബേസ്ഡ് ഫിലമിഡ് ആണ്. അപ്പോ ഇത് സ്ക്വയർ ബേസ്ഡ് ഫിലമിഡും ഇത് ട്രയാങ്കുലർ ബേസ്ഡ് ഫിലമിഡും ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതുവരെ വളരെ ശരിയാണ്. ഇതെന്ത് മെറ്റീരിയലാ? സർക്കിൾ. സർക്കിളോ? സർക്കിൾ എന്നിട്ടോ അതിന്റെ പേര് പറയില്ല, പേര് കിട്ടുന്നില്ല. ഇതെന്ത് മെറ്റീരിയലാണ്? ഞാൻ പറയട്ടെ. സ്ഫിയർ.
സ്പിയർ. ഓക്കെ ഓക്കെ. ഇതെന്താ മെറ്റീരിയൽ? സ്പിയർ. സ്പിയർ. ക്ലിയർ ആണല്ലോ സ്പിയർ? ഓക്കെ. ഇത് ആരാണ് പറയണേ നോക്കാം. ഈ രണ്ട് മെറ്റീരിയൽ എന്തൊക്കെയാ? ഓവൽ. ഏതാണോ വോയിഡ്? ഏതാണോ വോയിഡ്? അല്ല, ഏത് കളറാണെന്ന് പറഞ്ഞാൽ മതി. ഓറഞ്ച് കളർ ഓവൽ. വോയിഡ് ആണോ? ഓവലല്ലേ? എന്താ വലിയ ധാരണയില്ല. യെസ്, അവോയ്ഡ്. നെക്സ്റ്റ് മെറ്റീരിയലോ? ഓക്കെ, ഗസ് ചെയ്യണ്ട, ഞാൻ തന്നെ പറയാം. ഇത് എലിപ്സോയിഡ് ആണ്. 2 സൈഡ്സ് ഇങ്ങനെ കോർത്തിരിക്കുന്നത്. ഇത് എന്താണ് ഷേപ്പ്? ഇത് എലിപ്സോയിഡ് ആണ്. പറഞ്ഞേ, എലിപ്സോയിഡ്. ഓക്കെ അല്ലേ? ഇതാണ് ഒവോയിഡ്. ഇതാണ് ഒവോയിഡ്. എഗിന്റെ ഒക്കെ ഷേപ്പാ. ഇത് കാണാൻ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈറ്റിന്റെ ഒക്കെ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഒവോയിഡ്. ഓക്കെ, ആഷ് കളർ ഒവോയിഡ്. ഇത് എലിപ്സോയിഡ് ആണ്. വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ജോമെട്രിക്കൽ ഷേപ്സിന്റെ ചാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ചാർട്ട് നമുക്കില്ലേ, ഇത് എന്തിൽ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇമേജസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോ നോക്കിയിട്ട് ഈ ഷേപ്സ് നോക്കിയിട്ട് നിങ്ങൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? വരക്കാനല്ലേ മാം? വരയ്ക്കാനായിട്ട്. വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വരയ്ക്കാം. ചില ആൾക്കാർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാറുണ്ട്. വരയ്ക്കുകയാണ് നല്ലത്. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ചിലവർക്ക് എല്ലാവർക്കും എല്ലാ ഷേപ്സും കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ചാർട്ട് പ്രിപ്പയർ, ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ചാർട്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് എത്ര മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു? പിങ്ക് ടവർ, number roads and cards, geometrical shapes, then last cards and counters. ഈ മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ? 4 മെറ്റീരിയൽ മനസ്സിലായോ? മാത്തമാറ്റിക്കലിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് കാര്യങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ടൈം ഇല്ല, എന്തായാലും മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈം ഇല്ല. അടുത്ത മെറ്റീരിയൽ എടുക്കുമ്പോഴേക്കും ടൈം തീർന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.